ഹേ ഗൈസ് ഗുഡ് മോർണിംഗ്. ഹേ ഗൈസ് ഗുഡ് മോർണിംഗ്. അപ്പോൾ 3 ആഴ്ചത്തെ ട്രിപ്പ്, 3 ആഴ്ചയല്ല ട്രിപ്പ്, 2 ആഴ്ച ഫസ്റ്റ് വീക്ക് പോണ്ടിച്ചേരി, സെക്കൻഡ് വീക്ക് തായ്ലൻഡ്, 3-ാമത്തെ ആഴ്ച ഹോസ്പിറ്റലിലായിരുന്നു. എൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ ഓൾമോസ്റ്റ് എല്ലാവർക്കും മനസ്സിലാവും. സോ ട്രിപ്പ് കഴിഞ്ഞിട്ട് ഞാൻ വന്നേക്കാണ്. ആൻഡ് ഞാനൊരു ചെറിയൊരു വീഡിയോ കേട്ടോ, എനിക്ക് തോന്നുന്നു ഒരു 3 മിനിറ്റ് കൂടത്തില്ല ഒരു വീഡിയോ. ചുമ്മാ എനിക്കൊന്ന് റാൻഡമായിട്ടൊരു വീഡിയോ എടുക്കാൻ തോന്നി, അങ്ങനെ എടുക്കുകയാണ്. അപ്പോൾ ഞാൻ രാവിലെ ഇന്നൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് നിങ്ങളെ ഞാൻ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ആൻഡ് ഞാൻ എൻ്റെ ഈ ടേബിൾ ഞാൻ എപ്പോഴും വീഡിയോ ഒക്കെ ഇടാറുണ്ട്, എൻ്റെ ഫേവറേറ്റ് സ്പോട്ടാണ്. ഞാൻ നിങ്ങളൊന്ന് ജസ്റ്റ് കാണിച്ചു തരാം. ഞാൻ ഇന്നലെ എറണാകുളത്ത് നിന്ന് വരുന്ന വഴിക്ക് ഈ ഫ്ലവർ വാങ്ങി, അപ്പോൾ അതൊക്കെ ഞാൻ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. കണ്ടോ? സോ ഈ ഒരു ടേബിളിൽ ഞാൻ ചുമ്മാ ഒരു LED ലൈറ്റ് ഇവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ ഇവിടെ പ്രൊഡക്റ്റൊക്കെ വെച്ചിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടി ഒരു ലൈറ്റ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഏതായിരുന്നു നമ്മുടെ ഫാക്ടർ നോട്ട്സിൻ്റെ കുറച്ച് നോട്ട്സ് അല്ല, കുറച്ച് പോസ്റ്റേഴ്സ് ഞാനിങ്ങനെ ഇവിടെ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്. ആൻഡ് എൻ്റെ കുറച്ച് ഫേവറേറ്റ് ഫോട്ടോസ് ഉണ്ട് ഇവിടെ. ആൻഡ് ഒരു ചെടിയുണ്ട്, ശരിയോ ചെടി നശിക്കാതെ വെള്ളം ഒഴിക്കണം. ഓക്കെ, കാണിച്ചത് ഒരു ചെടിയുണ്ട്, പിന്നെ ഒരു ക്യാൻഡിൽ, പിന്നെ വീണ്ടും എൻ്റെ ഒരു ഫോട്ടോ. വലയൊക്കെ അടിച്ചിരിക്കുന്നു, 3 ആഴ്ച കൊണ്ട് വല പിടിച്ചു ഗൈസ്. ആൻഡ് ഇതാണ് ഗൈസ് ഫ്ലവർ, ഞാൻ വാങ്ങിയ ഫ്ലവർ കേട്ടോ. ഇതിൻ്റെ തുമ്പിങ്ങനെ വെട്ടിക്കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇത് ആക്ച്വലി ഇത് ഈ ഒരു ഫ്ലവർ ഇതിങ്ങനെ ഉണങ്ങിയാലും ഭയങ്കര ഭംഗിയാണ്. അപ്പോൾ ഞാനിതൊരു ഇതുപോലെ വാങ്ങി. പിന്നെ എൻ്റെ ഒരു ദൂരെ നിന്ന് കാണിച്ചു തരാം. എൻ്റെ ഒരു ഇത് വന്നിട്ട് ഒരു വിഷൻ ബോർഡാണ്, ലൈക്ക് ഒരു ലൈറ്റ് വിഷൻ ബോർഡ് നമ്മൾ അങ്ങനെ ആരും കാണിക്കുന്നില്ല. ഈ വർഷം കഴിഞ്ഞിട്ട് ഇതിൽ എന്തൊക്കെ നടന്നെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ആൻഡ് എൻ്റെ ഒരു LED ലൈറ്റ് ഉണ്ട്, പിന്നെ ഞാൻ വായിക്കുന്ന ബുക്സ് ഉണ്ട്. ആക്ച്വലി ഇത് കളർഫുള്ളായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഇതൊക്കെ ഞാൻ വായിച്ചതാണ്, ഇതൊന്നും വായിച്ചിട്ടില്ല, പൊട്ടിച്ചിട്ടില്ല. ആൻഡ് ഇതൊക്കെ വായിച്ചിട്ട് പകുതിയൊക്കെ ആയ ബുക്കുകളാണ്. സോ അതിൻ്റെ ഇടയ്ക്ക് തന്നെ ഇതേണ്ടേ ദേവി മഹാത്മ്യവും തിരുവചനങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ. ആൻഡ് കപ്സ് കേട്ടോ, എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയാണ് ഗൈസ് ഇത്. സോ പിന്നെ ദൈവങ്ങളും എല്ലാവരും ഒക്കെ ആയിട്ട് ഇവിടെ ഇരിപ്പുണ്ട്. ഫാമിലി കംസ് ഫസ്റ്റ്. പിന്നെ ഫാക്ടർ നോട്ട്സിൻ്റെ 4 വർഷത്തെ ഡയറി അല്ല, പ്ലാനർ, ഇയർലി പ്ലാനർ. പിന്നെ ഇത് എൻ്റെ ലൈഫിലെ വൺ ഓഫ് ദ ബെസ്റ്റ് സുവനീറാണ്. ഇത് മാത്രമേ ഉള്ളൂ ഖത്തറുള്ള വേൾഡ് കപ്പിന് പോയപ്പോൾ. പിന്നെ ടിഷ്യൂ അവിടെ, പിന്നെ കുറേ അടുക്കുമുടുക്ക സാധനങ്ങൾ. പിന്നെ ഇത് കണ്ടോ, ഇത് ഞാൻ തായ്ലൻഡിലെ 4 ഐലൻഡിൽ പ്ലേസിൽ പോയപ്പോൾ കളക്ട് ചെയ്ത കുറച്ച് കോറൽസ് ആൻഡ് ഷെൽസാണ്. പിന്നെ എൻ്റെ ഫ്ലവർ വേസ്, പിന്നെ എൻ്റെ ടംബ്ലർ. ആൻഡ് ഇത്രയേ ഉള്ളൂ ഗൈസ്. ഇതാണ് ടേബിൾ, മൊത്തത്തിലുള്ള ടേബിൾ. അപ്പം ഞാനിവിടെ കുറച്ച് റെനോവേഷൻസ് ഒക്കെ വരുത്താൻ പോകുന്നുണ്ട്. ലൈക്ക് ഇവിടെയൊക്കെ കുറച്ച് പണികൾ വരുത്തുന്നുണ്ട്. അടുത്ത ആഴ്ച ആയിരിക്കും അത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ മൊത്തത്തിൽ നിങ്ങളെ കാണിച്ചു തരാം. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നതെന്ന് പറയുമ്പം എനിക്ക് വീഡിയോസൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കൂടെയാണ് അത് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ വ്ളോഗ്, ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വ്ളോഗ് വരുന്നുണ്ട്. എൻ്റെ ഈ റൂമിൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ വരുന്നുണ്ട്. പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെയാണ് എൻ്റെ മെയിൻ ഇത് വരുന്നത്, വിഷൻ ബോർഡ് വരുന്നത്. ആൻഡ് ഇവിടെ അതിൻ്റെ താഴെ തന്നെ ആയിട്ട് ഒരു ഓർഗനൈസർ ഉണ്ട്. ഇനി നേരെ അടുക്കളയിലോട്ട് പോവാം. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോകാം. 3 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ തന്നെ 3 മിനിറ്റായി. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മാംഗോ സ്മൂത്തി. കാരണം മാങ്ങ ഇരിക്കുന്നത് കണ്ടോ ഗൈസ്, നല്ല പഴുത്ത മാങ്ങ, നല്ല പഴുത്തത് നോക്കി എടുക്കാം. ഓക്കെ, ഇതിന് വേണ്ട സാധനങ്ങളൊക്കെ ഞാൻ അത് കളക്ട് ചെയ്യട്ടെ. ഓട്സ്, പഴം വേണം, പക്ഷെ പഴമില്ല. സോ ഗൈസ്, ആദ്യം നമുക്ക് മാങ്ങ കട്ട് ചെയ്യാം. മാങ്ങ അവിടെ ഇവിടെയൊക്കെ കേടായി, പക്ഷെ നല്ല പഴുത്തിട്ടുണ്ട്. ഓ, കേടായിപ്പോ. അയ്യോ, മാങ്ങയുടെ തൊലി ചെത്തിയിട്ടല്ലേ കട്ട് ചെയ്യേണ്ടത്, എന്തൊരു മണ്ടിയാണ്. സോ ഗൈസ്, മാങ്ങ ഞാൻ കട്ട് ചെയ്തു. ആൻഡ് നമുക്കിപ്പം എൻ്റെ ബ്ലെൻഡർ കേടായി, ഞാൻ പറയാം. അപ്പോൾ മിക്സീൻ്റെ ജാറിലേക്ക് ഞാൻ മൊത്തമൊന്നും ഇടുന്നില്ല കേട്ടോ, അത് വലിയ മാങ്ങയല്ലേ, അത്രേൻ്റെ ആവശ്യമൊന്നുമില്ല. മാങ്ങായി എത്രത്തോളം സ്മൂത്തിയാണ് വേണ്ടത് എത്രത്തോളം ഞാൻ ഇത്ര ഫിൽ ചെയ്തിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് പാല്, പിരിഞ്ഞ പാലല്ല. പിന്നെ ഞാൻ ആക്ച്വലി ബനാന ആഡ് ചെയ്യും, പക്ഷേ എൻ്റെ ബനാന ഇല്ല. ഞാൻ പറയാമല്ലോ, ഞാൻ ഇവിടെ നിന്ന് കയറുന്നതാണ്. ഓട്സ് കുറേ ഇടില്ല കേട്ടോ, കുറച്ചിടാണ്. പിന്നെ ഒരു തരി ഹണി ആഡ് ചെയ്യാം, വേണമെങ്കിൽ മതി. ഞാൻ പിന്നെ ചുമ്മാ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചു.
പിന്നെ ഞാൻ എന്താണ്ട് ചിയാ സീഡ് കലക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഇങ്ങോട്ട് വയ്ക്കാം. റൈസ് നല്ല തിക്കായിട്ടാണ് കിട്ടിയിരിക്കുന്നത്. വലിയ ആഡംബരമൊന്നുമില്ല. ലുലുന്ന് ബിരിയാണി കിട്ടണ പാത്രത്തിലോട്ടാണ് ഞാൻ ഇത് ഒഴിക്കണം. ബാക്കി ഞാൻ ഫ്രിഡ്ജിൽ വെച്ചേക്കാം. ഇപ്പോൾ കഴിക്കുന്നൊരു എമൗണ്ട് മാത്രം എടുത്തിട്ട് നാളത്തേക്കൂടെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ഇതിൽ കുറച്ച് ക്രഞ്ചി ആവാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഫ്ലാക്സ് സീഡ് ആഡ് ചെയ്യുന്നുണ്ട്. ഇച്ചിരി മതി കേട്ടോ. ഫ്ലാക്സ് സീഡൊന്നും അത്ര കുറേയൊന്നും നമുക്ക് കഴിക്കാൻ പറ്റില്ല, എനിക്കിഷ്ടമല്ല. എൻ്റെ കഴിവ്. ഞാൻ കുറച്ച് ചോക്കോസ് ആഡ് ചെയ്യാമെന്ന് വിചാരിച്ച്. ഇതൊന്നും കഴിച്ചുകൂടാ കേട്ടോ, തടി വയ്ക്കും കഴിച്ചാൽ. എനിക്കറിയൂടാ, ഞാൻ ചുമ്മാ പറഞ്ഞാണ്. നിങ്ങൾ എന്നെ ഞാൻ പറയണമെന്ന് വിശ്വസിക്കില്ല. ഇതിൽ വേറെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചിയാ സീഡ് തന്നെ കുറച്ചും കൂടെ ഇങ്ങനെ ഒരു മര്യാദയ്ക്ക് അങ്ങോട്ട് വീഴ്. പിന്നെ ഞാനിതിൽ കുറച്ച് മാങ്ങ ഇങ്ങനെയൊക്കെ സെറ്റപ്പൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ വീട്ടിലെനിക്ക് കിട്ടിയത് എന്താണ്ട് ഈ കപ്പലണ്ടിയാണ്. അതിനെ ഇനി നമ്മളിവിടെ തൊലിച്ചെടുക്കണമെന്ന് പറയും. കോട്ടയത്തൊക്കെ അത് ഭയങ്കര ചീത്തയാണ്. അതുകൊണ്ട് ഞാനിങ്ങനെ ഇളക്കി എടുക്കുക എന്ന് പറയാം. കണ്ട ഉറുമ്പൊക്കെ ഹോളിട്ട് വെച്ച് ഈശ്വര, ഇതിപ്പോൾ പരമ്പര ഇറക്കേണ്ടി വരും മിക്കവാറും. 3 മിനിറ്റിൻ്റെ വീഡിയോ എന്ന് പറഞ്ഞിട്ട് ഇപ്പം തന്നെ എനിക്ക് തോന്നുന്നു 5 മിനിറ്റ് ആയിരുന്നു. അയ്യോ സാരല്ല, നമ്മളെ വീടല്ലേ. എൻ്റെ ഡെക്കറേഷൻ ഓവർ ആവുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. സമയം ഇപ്പോൾ ഉച്ചയായി. ഇനിയിപ്പോൾ ഇത് ബ്രഞ്ചാക്കി കഴിക്കും. ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇട്ടാനുള്ള ഗുണം എന്താ അറിയോ, ഇങ്ങനെ ക്രഞ്ചി ആയിട്ടിരിക്കും. പക്ഷേ അത് ഓവർ ആവാനും പാടില്ല. കാരണം നമ്മുടെ ഉദ്ദേശം വെയിറ്റ് ലോസ് ആണ്, വെയിറ്റ് ഗെയിൻ അല്ല. അപ്പം നമ്മൾ ഇത്രത്തോളം പിന്നെ കുറച്ച് ഭംഗിയൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് നമുക്കിങ്ങനെയൊക്കെ ആഡ് ചെയ്യാൻ പറ്റുന്നത്. ആരൊക്കെയോ ഗൾഫിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്ന കുറച്ച് ആൽമണ്ട്സും റൈസൻസും ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് ഫുൾ അലങ്കോലായിട്ട് കിടക്കുകയാണ് കേട്ടോ. ഞാനാണ് ആള്. അമ്മ വൃത്തിയാക്കിയിട്ടിട്ട് പോവും, ഞാൻ അതിനെ അലങ്കോലപ്പെടുത്തും. അമ്മ കൊള്ളാം കേട്ടോ. ഇത്രയും കഴിവുണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇനി കുറച്ച് പീനട്ട് ബട്ടറും കൂടെ ആഡ് ചെയ്യാം. അത് നല്ലതായിരിക്കും എന്ന് എൻ്റെ മനസ്സ് പറയുന്നുണ്ട്. സോ ഗൈസ്, നിങ്ങൾ ഫൈനൽ റിസൾട്ട്സ് കാണാൻ റെഡിയാണോ? സോ ഗൈസ്, ഇതാണ് എൻ്റെ മാംഗോ സ്മൂത്തി ബൗളല്ല, ലുലുന്ന് വാങ്ങിയ പാത്രം. അടിപൊളിയല്ലേ? സോ ഗൈസ്, ഞാൻ വീട്ടിലുള്ള സാധനം വെച്ച് വ്ളോഗിൻ്റെ പേര് പോലെ തന്നെ തട്ടിക്കൂട്ടായിട്ട് ഉണ്ടാക്കിയ സ്മൂത്തിയാണ്. പക്ഷെ കാണാൻ കൊള്ളാമല്ലേ ശരിക്കും. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എന്തോ. ഞാൻ അപ്പം തിന്നാൻ പോവുകയാണ്. മധുരം ഇല്ലാത്തതിൻ്റെ ഒരു കുഴപ്പമാണ്. കൊള്ളാം കേട്ടോ. മാങ്ങയുടെ കൂടെ ചേർത്ത് നോക്കാം. മാങ്ങയും ചോക്കോസും കൂടെ ആയപ്പോൾ കൊള്ളാം. ശരി, എങ്ങനെയൊക്കെ ഉണ്ടാക്കും. ഇനി ഫ്ലാക്സ് സീഡും ആയിട്ട് നോക്കാം. ഞാൻ മധുരം നിർത്തി, എന്നാലും ഞാൻ ചോക്ലേറ്റ് ഒക്കെ തിന്നും. അപ്പം പഞ്ചസാര കൂടി ഇടുവാണെങ്കിൽ നല്ലതാണ് കേട്ടോ. പക്ഷെ നമ്മൾ വെയിറ്റ് ലോസ് മുന്നിൽ കാണുമ്പോൾ നമ്മൾ പഞ്ചസാര ഇടരുത്. കൊള്ളാം. കീർത്തന, ബിലീവ് യുവർ സെൽഫ്. അതാണ്. ആദ്യം ഞാൻ കഴിച്ചാൽ എന്താ പറയുക, പീനട്ട് ബട്ടർ മധുരം ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ എടുത്ത് കഴിച്ചു. പക്ഷെ അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് അൺസ്വീറ്റൻഡ് പീനട്ട് ബട്ടറാണ്. സോ ഗൈസ്, ഞാൻ തായ്ലൻഡിൽ പോയിട്ട് വന്നിട്ട് 5 കിലോ ആണ് കൂടിയത്. അപ്പോൾ 5 കിലോ എത്രയും പെട്ടെന്ന് കുറയ്ക്കണം. അപ്പോൾ അതിനെ പോലെ വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. കാരണം മാങ്ങ ഇപ്പോൾ എല്ലായിടത്തും കിട്ടും, ഭയങ്കര ചീപ്പുമാണ്. നമുക്ക് മാങ്ങ എവിടെ നിന്നും കിട്ടും, എല്ലായിടത്തും വാങ്ങാം. ബാക്കി ഇതേപോലെ എന്നെപ്പോലെ തട്ടിക്കൂട്ട് സാധനങ്ങളൊക്കെ ഇടുക.
വായിൽ ക്രഞ്ചി ആയിട്ടിരിക്കുന്ന മധുരം ഇല്ലാത്ത ഈ ചോക്കോസൊന്നും ആഡ് ചെയ്യില്ല കേട്ടോ, ഞാൻ ചുമ്മാ പറഞ്ഞാണ്. പക്ഷെ ഇതൊന്നും 2-3 എണ്ണം പറഞ്ഞൊന്നും കുഴപ്പമില്ല. ഇതേപോലെ കുറച്ച് നട്ട്സ് ഇടുക, കഴിക്കുക. അപ്പോൾ ഓക്കെ, 3 മിനിറ്റ് എന്ന് പറഞ്ഞ വീഡിയോ എനിക്കറിയാം ഇത്രയായി. കണ്ടിരുന്നതിന് നന്ദി. പുതിയ ഇതേപോലെ ബോറടിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ കണ്ടന്റ് ഇട്ടാണെങ്കിൽ അതുമായിട്ട് വരാം.